BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ഇടതുമുന്നണിയിൽ ഇങ്ങനെ നിന്നിട്ട് ഒരു കാര്യവുമില്ലെന്നും മുന്നണി വിട്ട UDF-ൽ ചേരണമെന്നും CPI എറണാകുളം ജില്ലാ കൗൺസിൽ യോഗത്തിലാണ് അഭിപ്രായമുയർന്നത്. കേരളത്തിന് പുറത്ത് കോൺഗ്രസുമായി ചേർന്നാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിനു മുൻപും കോൺഗ്രസുമായി ചേർന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം പാർട്ടിക്ക് വലിയ ഗുണമാണ് ഉണ്ടായിട്ടുള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസ് മുന്നണിയിൽ ചേരുന്നതാണ് പാർട്ടിക്ക് നല്ലതെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു. തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യാൻ ചേർന്ന ജില്ലാ കൗൺസിൽ യോഗത്തിലാണ് ഈ ആവശ്യമുയർന്നത്. ബിനോയ് വിശ്വം പാവമായിരിക്കാം, മന്ത്രിയാക്കാനും കൊള്ളാം, എന്നാൽ പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ വൻ പരാജയമാണ്. മുഖത്തു നോക്കി ഒരു കാര്യം പറയാനുള്ള ശേഷിയില്ല. അദ്ദേഹം പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെക്കണം. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി തുടരുന്നതിൽ ഒരു കാര്യവുമില്ല. ജനങ്ങൾ ആ മുഖം വെറുത്തതുകൊണ്ടാണ് എതിരെ വോട്ട് ചെയ്തത്. അതുതന്നെ ഇനിയും കാണാൻ ആരും ആഗ്രഹിക്കുന്നില്ല. പിണറായി രാജിവെക്കണം. പാർലമെന്ററി പാർട്ടിയിൽ പോലും ചർച്ച ചെയ്യാതെയാണ് പിണറായിയെ വീണ്ടും പ്രതിപക്ഷ നേതാവാക്കിയത്. ഘടകകക്ഷികളോട് ആലോചിക്കാതെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. എന്നാൽ അത് ചോദ്യം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. തിരുത്തൽ ശക്തിയായി മാറാൻ CPIക്ക് കഴിയുന്നില്ല. PKVയും വെളിയം ഭാർഗവനും CK ചന്ദ്രനുമെല്ലാം സെക്രട്ടറി ആയിരുന്നപ്പോൾ അതിന് സാധിച്ചിരുന്നു. ഇന്ന് പാർട്ടി സെക്രട്ടറിക്ക് അഭിപ്രായം മുഖത്തു നോക്കി പറയാൻ പേടിയാണ്. ധാർഷ്ട്യത്തിന്റെ കാര്യത്തിൽ ഒരു പിണറായിയല്ല, ഒരുപാട് പിണറായിമാരുണ്ട്. മന്ത്രിമാർക്കും മറ്റു സാധാരണക്കാരോട് അവജ്ഞയായിരുന്നു. അവരുടെ ശരീരഭാഷ തന്നെ ശരിയല്ലായിരുന്നു. CPIയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ വീഴ്ചയുണ്ടായി. 6 സീറ്റെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തിലും അഭാഗം മൂലം വിജയം നഷ്ടമായിട്ടുണ്ട്. ഭൂരിപക്ഷ സമുദായത്തിൽ നിന്ന് BJPയിലേക്ക് വോട്ട് ചോർന്നിട്ടുണ്ടെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു. നേതാക്കളായ P. സന്തോഷ് കുമാർ, MP സത്യൻ മൊകേരി എന്നിവരാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രതിനിധാനം ചെയ്ത് യോഗത്തിൽ പങ്കെടുത്തത്. അതേസമയം ജില്ലാ എക്സിക്യൂട്ടീവിലും രൂക്ഷമായ വിമർശനം ഉയർന്നു. ചർച്ച് ആക്ട് നടപ്പാക്കുമെന്ന് വാഗ്ദാനം നൽകി. പ്രബല സമുദായത്തിൽ നിന്ന് വലിയ തുക കൈപ്പറ്റിയിട്ടും അത് ചെയ്യാതിരുന്നത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് യോഗത്തിൽ വിമർശനം ഉയർന്നു. കൊച്ചിയിലെ കുടിവെള്ള പദ്ധതി സ്വകാര്യ കമ്പനിക്ക് കൈമാറിയതിന് പിന്നിൽ ജില്ലയിലെ മുതിർന്ന CPM നേതാവ് അഴിമതി നടത്തിയതിന്റെ തെളിവടക്കം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് നൽകിയിട്ടും അദ്ദേഹം ഒന്നും ചെയ്യാതെ നിരുത്സാഹപ്പെടുത്തുകയായിരുന്നു. മൂവാറ്റുപുഴയിലെ തോൽവിക്ക് സ്ഥാനാർത്ഥിയും ഒരു കാരണമായി. അവിടെ ബാബു പോളിനെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ ജയിക്കാനോ തോൽവിയുടെ ആഘാതം കുറയ്ക്കാനോ സാധിക്കുമായിരുന്നു. പറവൂരിൽ UDF-ന്റെ ഭൂരിപക്ഷത്തിൽ നേരിയ കുറവുണ്ടായെങ്കിലും MD നിക്സൺ പിടിച്ച വോട്ട് കിട്ടിയില്ല. നിക്സനാണ് പറവൂരിൽ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ജയിക്കാൻ സാധിക്കുമായിരുന്നുവെന്നും ജില്ലാ എക്സിക്യൂട്ടീവിൽ അഭിപ്രായമുയർന്നു. പറവൂരിൽ CPM-ന്റെ 2 മുതിർന്ന നേതാക്കൾ CPI-യുമായി യോജിച്ചു പോകുന്ന നിലപാട് സ്വീകരിച്ചില്ലെന്നും യോഗത്തിൽ ആക്ഷേപമുയർന്നു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.